ഹലോ ഗായ്സ് വൈസി മോൻ്റെ സുന്നത്താണ്. അപ്പോൾ അവൻ്റെ പെങ്ങൾ തലയിൽ എണ്ണയൊക്കെ ഇട്ടെടുത്ത് കുളിപ്പിച്ച് അവൻ്റെ ഡ്രസ്സൊക്കെ നല്ലോണം എടുത്ത് വെച്ച് അവരെ രണ്ട് പെങ്ങന്മാരും അവനെ മാറ്റിക്കുന്ന തിരക്കിലാണ്. അത് കഴിഞ്ഞ് അവരെ രണ്ടാളൊരു ചുംബനുണ്ട് ഗായ്സ്, പറയാൻ വയ്യ. രണ്ടാളും ചുംബിച്ച് കണ്ട് അവനെ പറഞ്ഞപ്പോൾ അവന് ചുംബനൊക്കെ കൊടുക്കുമ്പോൾ അവൻ്റെ വിചാരം വേറെന്തോ സംഭവമാണ്. ഡാഷിൻ്റെ തല പോക്കാൻ കൊണ്ടുപോവുകയാണെന്ന് അവനറിയുന്നില്ലല്ലോ. അങ്ങനെ ഇവർ രണ്ടുപേരും മുടിയൊക്കെ വാർന്ന് മാറ്റിച്ച് കൊടുത്ത് അവൻ്റെ വാപ്പൻ്റെ അനിയനും വാപ്പൻ്റെ പെങ്ങളും വന്ന് അവന് പിന്നെ വെള്ളമൊക്കെ കൊടുത്ത് നമ്മൾ വത്തക്കൻ്റെ വെള്ളം ഉണ്ടാക്കിനി ഗായ്സ്. വത്തക്കൻ്റെ വെള്ളം നല്ല അടിപൊളി വെള്ളമായിരുന്നു. അതൊക്കെ കലക്കി നല്ല കുട്ടപ്പനാക്കി വെച്ച് ഇവർക്ക് കൊടുക്കണമല്ലോ. പിന്നെ മിഠായിയും ഇവർ രണ്ട് പെങ്ങന്മാരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേന്. അത് അവന് വന്നവർക്കും അവൻ്റെ വാപ്പൻ്റെ പെങ്ങൾക്കും വാപ്പൻ്റെ അനിയനും കൊടുത്ത് അവരത് വാങ്ങി പിന്നെ കഴിച്ച്. പിന്നെ അവൻ്റെ വകയായിട്ട് 2 സമ്മാനം ഉണ്ടായിന് രണ്ടാൾക്ക് കൊടുക്കാൻ. വാപ്പൻ്റെ അനിയനും വാപ്പൻ്റെ പെങ്ങൾക്കും കൊടുക്കാൻ 2 സമ്മാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈസിമോൻ എന്ത് ചെയ്ത് ആ സമ്മാനം കൊടുത്തേ. പിന്നെ എൻ്റെ വീട്ടുകാർ ഞാൻ എൻ്റെ 2 ഏടത്തിയോളെ വിളിച്ചിരുന്നു. പക്ഷെ അവർക്ക് വരാൻ കഴിഞ്ഞില്ല. എന്താ കാരണം വെച്ചാൽ അവർ രണ്ടാൾക്കും വയ്യായിരുന്നു. പിന്നെ അവർ വൈകുന്നേരം വന്നിട്ടോ. പിന്നെ ഇവൻ്റെ ബാപ്പൻ്റെ ഒരു പെങ്ങളുണ്ട്, അവരും വന്നിട്ടില്ല, അവരും രാത്രി വന്ന്. അങ്ങനെ പിന്നെ ഫൈസിമോൻക്ക് പിന്നെ ഇബ്രുമോൻ എടുക്കാനൊരു പൂതി. അങ്ങനെ അതൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഒക്കെ കഴിഞ്ഞ് അവന് കുറേ സന്തോഷമാക്കി അവനെ കൊടുത്ത്. പിന്നെ ബിരിയാണി കൊണ്ടുവന്ന് ബിരിയാണീൻ്റെ ചെമ്പൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫൈസിമോനെ നമ്മൾ കാറിൽ കയറ്റി കൊണ്ടുപോവാണ്. എന്താ കാരണം വെച്ചാൽ അവൻ്റെ വിചാരം വലിയ എന്തോ ആണ് എന്നാണ്. പടക്കം കമ്പനി പൊട്ടിക്കാനാണെന്ന് പറയില്ലല്ലോ. അങ്ങനെ അവൻ എന്ത് ചെയ്ത് അവനെ കൊണ്ടുപോയി. പിന്നെ അവൻ്റെ പെങ്ങളെ വകയായിട്ടും എന്തൊക്കെയോ ഗിഫ്റ്റ് ഉണ്ട്. എൻ്റെ വകയായിട്ടാണ് ഞാൻ കെട്ടിപ്പിടിച്ച് 2 ഉമ്മൊക്കെ കൊടുത്ത് അവന് കാറിലൊക്കെ കയറി അവന് ഇക്ര ഹോസ്പിറ്റലിലേക്ക് കേട്ടോ ഗായ്സ് കൊണ്ടുപോയത്. അങ്ങനെ ഇക്ര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവൻ്റെ പിന്നെ അവന് പിന്നെ ഇബ്രുവിനെ എടുത്ത് കളിക്കുന്നതാണ് കേട്ടോ. അവൻ്റെ വിചാരം വേറെ എന്തോ സംഭവമാണ് വിചാരിച്ചിട്ട് ഇബ്രുവിനൊക്കെ എടുത്ത് കളിക്കാൻ. അങ്ങനെ പിന്നെ നിവു അവൻ്റെ തുണിയൊക്കെ കെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ഞാൻ തരുത്ത് നിൽക്കണേ. അവൻ്റെ അമ്മായി ഞാനൊക്കെ അവിടെയൊക്കെ കൊണ്ടുപോയിന് അവനെ. അങ്ങനെ കൊണ്ടുവന്ന രംഗമാണ് ഗായ്സ്, കണ്ടില്ലേ? പോയ രംഗമല്ല, വരുമ്പം കരച്ചിലോട് കരച്ചിൽ. അവൻ്റെ അമ്മായി തലമുടി പിന്നെ കണ്ണീരൊക്കെ തുടച്ച് കൊടുത്ത് ഒക്കെ കഴിഞ്ഞ് അവനെ വീണ്ടും നമ്മളെ വീട്ടിലോട്ടേക്ക് തന്നെ കൊണ്ടുവന്ന് അവന് കുറച്ച് നേരം അവന് കരഞ്ഞ് പിന്നെ അവന് കരച്ചിലോട് കരച്ചിൽ. പിന്നെ അവനക്ക് ഫോണൊക്കെ കൊടുത്ത് അവൻ FBI. ഇത്രയുള്ളൂ ഗായ്സ് എൻ്റെ വീഡിയോ. അടുത്ത വീഡിയോ പിന്നെ